ഇതാണ് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന ബോട്ടിൽഡ് മാംഗോ ജ്യൂസ്. കളർ കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? സാധാരണ മാംഗോ ജ്യൂസിന് യെല്ലോ കളറാണല്ലോ ഉണ്ടാവുക അല്ലേ? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നയോമി, അത് മാംഗോ ജ്യൂസ് അല്ലടി. എന്നാൽ അച്ഛൻ നയോമിക്ക് കാണിച്ചു തരട്ടെ മാംഗോ ജ്യൂസ് ആണോ എന്നുള്ളത്. നമ്മളെല്ലാവരും മാംഗോ ജ്യൂസ് ആണെന്ന് കരുതി ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന 3 ഷുഗർ ഡ്രിങ്ക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റിയൽ മാംഗോ ജ്യൂസും. മാംഗോ ജ്യൂസ് ആണെന്ന് കരുതി നമ്മൾ കുടിക്കുന്ന ഈ ബോട്ടിലുള്ള സാധനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? 3 ജ്യൂസും ഞാൻ ഓരോ ഗ്ലാസ്സിലേക്ക് എടുക്കുന്നുണ്ട്. കളറൊക്കെ മാംഗോ ജ്യൂസ് പോലെ തന്നെയാണ്. നമുക്കിനി ഈ ഒരു ലിക്വിഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ റിയൽ മാംഗോ ജ്യൂസിലും നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് കളർ ചേഞ്ച് ആയത്. ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം. കണ്ടോ? ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ റിയൽ മാംഗോ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? റിയൽ മാംഗോ ജ്യൂസ് എത്ര മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു കളർ തന്നെയായിരിക്കും അതിലുണ്ടാവുക. നല്ല യെല്ലോ കളർ ഉണ്ടായതാണ്. ഇപ്പോഴതിൻ്റെ അവസ്ഥ കണ്ടോ? നമ്മൾ മാംഗോ ജ്യൂസ് ആണെന്ന് കരുതി വാങ്ങിച്ചു കുടിക്കുന്ന ഈ ഒരു ഡ്രിങ്ക്സിലൊക്കെ ഉള്ളത് ഷുഗറും കളറും കെമിക്കലും മാത്രമാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും നമ്മൾ ഇത് തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. നിങ്ങളും മാംഗോ ജ്യൂസ് കുടിക്കാൻ പാടില്ല.